ഇനി ബംഗ്ലാദേശിലേക്ക് പോകാം. ബംഗ്ലാദേശ് വലിയ രീതിയിൽ കലുഷിതമായിരുന്നു. കലാപങ്ങളും സംഘർഷങ്ങളും ആക്രമണങ്ങളും ഒക്കെ വലിയ രീതിയിൽ നടന്നു വന്ന ഇടമായിരുന്നു ബംഗ്ലാദേശ്. 2024 ബഹുജന പ്രക്ഷോഭത്തിലൂടെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ള ബംഗ്ലാദേശിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 1981 സ്ഥാനാർത്ഥികളാണ് ബംഗ്ലാദേശിൽ മത്സര രംഗത്തുള്ളത്. 13 കോടിയോളം പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുന്നത്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയായിരിക്കും ബംഗ്ലാദേശിലെ പൊതു തെരഞ്ഞെടുപ്പ്, എത്രത്തോളം സമാധാനപരമായി മുന്നോട്ടു പോകുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിൽ വലിയ സംഘർഷമായ സാഹചര്യങ്ങൾക്കൊടുവിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? പൊതുവെ സമാധാനപരമായി തന്നെ ഈ പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയുമോ? ആരൊക്കെയാണ് പ്രധാനമായി മത്സരരംഗത്തുള്ളത്? ഗുഡ് മോർണിംഗ് ദിവ്യ. ബംഗ്ലാദേശിൽ പ്രാദേശിക സമയം 7:30 തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഭേദപ്പെട്ട പോളിംഗ് ഇപ്പോൾ നടക്കുന്നു എന്നാണ് ധാക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനും ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനും മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ശേഷമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് വിധി എഴുതുന്നത്. 300 അംഗ പാർലമെന്റാണ്. ഈ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 1.5 കോടി പ്രവാസികൾ ഉൾപ്പെടെയുള്ള 12 കോടി ആളുകളാണ് വോട്ടവകാശം രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 വനിതാ നേതാക്കൾ തമ്മിലുള്ള ദ്വന്ദ്വ യുദ്ധമായിരുന്നു ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പുകൾ. ഒരു ഭാഗത്ത് ഷെയ്ഖ് ഹസീന, മറുഭാഗത്ത് ഖാലിദ സിയ. ഈ 2 നേതാക്കളും ഇത്തവണ തെരഞ്ഞെടുപ്പിനില്ല എന്നുള്ളത് തന്നെയാണ് ബംഗ്ലാദേശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെയാകെ മാറുന്നത്. ഖാലിദ സിയ മാസങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു. ഷെയ്ഖ് ഹസീനയാണെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. അവർക്ക് അവരുടെ പാർട്ടി തന്നെ ഇപ്പോൾ മത്സര രംഗത്തില്ല. ഈ കഴിഞ്ഞ ഇടക്കാല സർക്കാർ അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്നും അയോഗ്യരാക്കിയെന്ന് മാത്രമല്ല ആ പാർട്ടിയെ തന്നെ പിരിച്ചുവിട്ടതിനാൽ അവർ മത്സര രംഗത്തില്ല. അപ്പോൾ പ്രധാനമായും പ്രഥമ പരിഗണനയായി ഉള്ളത് 2 പാർട്ടികളാണ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് ഒന്ന്, ഖാലിദ സിയയുടെ പാർട്ടിയാണ്. ഇപ്പോൾ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ മകൻ താരിഖ് റഹ്മാനാണ് ഈ ഒരു പാർട്ടിയെ, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നിരോധിക്കപ്പെട്ടിരുന്ന സംഘടനയാണ്. അവരുടെ പല പ്രമുഖരായ നേതാക്കളെയും ജയിലിലടക്കുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം. അവിടെ നിന്നാണ് ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യ സ്ഥാനത്തേക്ക് ജമാഅത്തെ ഇസ്ലാമി വരുന്നത്. ഷെഫീഖുർ റഹ്മാനാണ് ജമാഅത്തിനെ നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കഴിഞ്ഞ പ്രക്ഷോഭം 2024 ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കിയ പ്രക്ഷോഭത്തെ മുന്നിൽ നിന്ന് നയിച്ച വിദ്യാർത്ഥി നേതാക്കൾ നയിക്കുന്ന നാഷണൽ സിറ്റിസൺ പാർട്ടി NCP-യുമായി സഖ്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാലങ്ങളായി ഉണ്ടായിരുന്ന BNP ആണോ അതല്ല ജമാഅത്തെ ഇസ്ലാമിയും NCP-യും നയിക്കുന്ന സഖ്യമാണോ, പുതിയ സഖ്യമാണോ ഈ ബംഗ്ലാദേശിനെ നയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പലതരത്തിലുള്ള പല സർവേകളിലും ഈ 2 പാർട്ടികൾക്കും ഒരേപോലെയുള്ള സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതും പ്രധാനമാണ്. JP പാർട്ടി, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ, അമർ ബംഗ്ലാദേശ് പാർട്ടി തുടങ്ങിയ പാർട്ടികളെല്ലാം തന്നെ മത്സര രംഗത്തുണ്ട്. ഏതായിരുന്നാലും കഴിഞ്ഞ ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഒടുവിൽ ആരാണ് ഇനി ഒരു ജനാധിപത്യപരമായി ഈ രാജ്യത്തെ നയിക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരിക്കും. ശരി, എന്തായാലും കലാപ കലുഷിതമായ സാഹചര്യങ്ങൾക്കൊടുവിലാണ് ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നത് തന്നെയാണ്. ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ വിധി എഴുതി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരാണ് ബംഗ്ലാദേശിനെ നയിക്കാൻ പോകുന്നത്, അധികാരത്തിലേറാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. വിശദാംശങ്ങളാണ് BK സുഹൈൽ നൽകിയത്.